കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു കിടു ഐറ്റമാണ് കേട്ടോ ഇത്. എപ്പോൾ മാങ്ങ കൈ കിട്ടിയാലും മടിക്കേണ്ട ഇത് ഉണ്ടാക്കി നോക്കിയപ്പോൾ വളരെ സിമ്പിളാണ്, അടിപൊളി ടേസ്റ്റുമാണ്. വെറും 5 ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ചുകൊണ്ടേ 5 സിമ്പിൾ സ്റ്റെപ്പിൽ ഈ മാംഗോ പുഡിംഗ് ചെയ്താൽ നല്ല മധുരമുള്ള മാങ്ങ ഇതുപോലെ ചെറുതാക്കി മുറിച്ചത് 1 കപ്പ്, അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ മധുരം അനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്താൽ, എന്നിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഈ കൺസിസ്റ്റൻസി വേണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാഫ് പോർഷൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കുക. ബാക്കി ഹാഫിലേക്ക് 1 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ലൂസ് ആക്കിയിട്ടൊന്ന് അടിച്ചെടുക്കണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1 കപ്പ് ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. മധുരം കുറവാണെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ഷുഗറോ ചേർക്കാം. കേക്കിന്റെ ക്രീം പോലെ ഒത്തിരി തിക്കാവണ്ട കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാംഗോ പൾപ്പില്ലേ, അതിനൊരു 1/4 ഭാഗം കൂടെ എടുത്ത് ഒന്നുകൂടെ ബീറ്റ് ചെയ്യണം. ഗാർണിഷ് ചെയ്യാൻ കുറച്ച് മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ലെയറിംഗ് ആണ്. ബ്രെഡിന്റെ എഡ്ജ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ട്രെയിൽ നിരത്തുക. ലൂസ് കൺസിസ്റ്റൻസിയിൽ പ്രിപ്പയർ ചെയ്ത മാംഗോ മിക്സ് അതിന്റെ മേലെ ഒഴിച്ച് സോക്ക് ചെയ്യുക. ടേസ്റ്റിന് ഇങ്ങനെ മാംഗോ പീസും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ക്രീമിന്റെ ഹാഫ് പോർഷൻ എടുത്തിട്ട് ഒന്ന് ലെയർ ആക്കി സെറ്റ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ലെയർ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. അതല്ല ഒറ്റ ലെയറിൽ ചെയ്യാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഞാനൊരു സ്ലൈസ് ബ്രെഡും കൂടെ നിരത്തി അതുപോലെ സൊല്യൂഷൻ ഒഴിച്ചൊന്ന് സോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി ക്രീമും കൂടെ അതിൻ്റെ മേലെ ഒന്ന് നിരത്തി ഒന്ന് ലെവലാക്കി വെക്കുകയാണ്. ആ ബാക്കി വന്ന കുറച്ച് മാംഗോ പൾപ്പുള്ളത് അവിടെ ഇവിടെ ഒന്ന് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്ക്യൂർ കൊണ്ട് വെറുതെ ഒരു ഡിസൈൻ വരച്ച് കൊടുക്കാം. വലിയ ഭംഗിയൊന്നും ആയിട്ടില്ല കേട്ടോ. കുറച്ച് മാംഗോ സ്ലൈസും കൂടെ അതിൻ്റെ മേലിട്ട് കൊടുത്ത് കുറച്ച് ബദാമൊക്കെ ഒന്ന് വിതറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്തോളൂ കേട്ടോ. ഇതൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. ഉണ്ടാക്കാനാണെങ്കിലോ ഭയങ്കര സിമ്പിൾ. ഇടയ്ക്ക് മാംഗോയുടെ പീസും ബദാമൊക്കെ കൂടെ കടിക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മുടെ ടേസ്റ്റ് ഒക്കെ അനുസരിച്ചിട്ട് പിസ്തയൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. നല്ല ടേസ്റ്റാണ്, ഭയങ്കര സിമ്പിളാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇവിടെ എൻ്റെ കുട്ടികൾക്കൊന്നും പുഡിങ്ങിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല, പക്ഷേ ഇതവർ നന്നായിട്ട് കഴിച്ചു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.